നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ വരുന്ന 3 ദിവസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലിപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനാണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആവുന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജീസ് ഉണ്ട്. നിങ്ങളായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങളുടെ റീഡിങ്ങിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണ്. അവർ കോണ്ടാക്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവരുടെ മനസ്സ് മാറ്റാൻ സാധിക്കും. അവരുടെ മനസ്സ് മാറി നിങ്ങളെ അവർ കോണ്ടാക്റ്റ് ചെയ്യും. അവരുടെ മനസ്സ് മാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് തരുന്നത്. ഈ ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. കൂടെ നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ്, റിച്വൽസും ഒക്കെ തരും. അതും കൃത്യമായിട്ട് ചെയ്യുക. പറയുന്ന രീതിയിൽ ചെയ്ത എല്ലാവർക്കും റിസൾട്ട് ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി ആണ് എന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ടുള്ള തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ഉണ്ട്. ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നം എന്തു ആവട്ടെ അതിനൊക്കെ കൃത്യമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട്, ശാരീരിക അസ്വസ്ഥതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, ജോബ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ് ഉണ്ട്. നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് നോക്കാം. 8 ഓഫ് സോർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് വാൻഡ്സ്, 10 ഓഫ് പെൻറ്റക്കിൾസ്, ദ എംബ്രസ്, 4 ഓഫ് കപ്സ്. ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ വരാൻ പോകുന്നത് ലൈക്ക് അവർക്കൊരു സാമ്പത്തികമായിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് അവിടെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ആരുടെ അടുത്തും തുറന്നു പറയാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിൽ കൂടെ അവർ കടന്നു പോകാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അതായത് അവർ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും. അവരുടെ ലൈഫിൽ അവരെന്തൊക്കെയോ കലഹങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരവസ്ഥ വരിക. അവരിപ്പോൾ ശരിക്കും വഴക്കിട്ടിട്ട് ഒന്ന് ടയേർഡായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഈ 3 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങളെ ഓർക്കും എന്നാണ്. ഇമോഷൻസ് പക്ഷെ അവർ ആരുടെ അടുത്ത് തുറന്നു പറയില്ല. നിങ്ങളുടെ അടുത്ത് പോലും തുറന്നു പറയില്ല. നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, തുറന്ന് പറയണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ അത് തുറന്ന് പറയുന്നതായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം അവരത് പല സാഹചര്യത്തിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരുടെ ഇമോഷൻസ് തുറന്നു പറയാൻ ശ്രമിച്ചാലോ നിങ്ങളെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലോ അവരുടെ ലൈഫിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. ആക്ച്വലി പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഒരു മടുത്ത അവസ്ഥയാണ്. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങളിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളുക, അവരുടെ ലൈഫിൽ വലിയ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ഈ വരുന്ന 3 ദിവസത്തിൻ്റെ ഇടയിൽ, ഒന്നെങ്കിൽ ഈ ഒരു 3 ദിവസത്തിനുള്ളിലാവാം നിങ്ങളുടെ വ്യക്തിക്ക് എന്തോ ഒരു അസുഖം വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു അസുഖത്തിൻ്റെ തുടക്കം. ആ ഒരു അസുഖത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, നല്ല രീതിയിൽ ബോഡി പെയിൻ നിങ്ങളുടെ വ്യക്തിക്ക് അനുഭവപ്പെടും. അതൊരു സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു പനി എന്നുള്ള രീതിയിലാവാം. പക്ഷെ അത് കുറച്ച് നാൾ നീണ്ടു നിൽക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എവിടെയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തി എവിടെയും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തേർഡ് പാർട്ടി എന്തോ നെഗറ്റീവ് എനർജി ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ അസുഖം വരാനിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു നിരാശയാണ്. ഈ വരുന്ന 3 ദിവസത്തിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു വഴക്കുണ്ടാക്കാനുള്ളൊരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അവർ കൊടുക്കുന്ന ആ ഒരു സ്നേഹത്തിന്, അല്ലെങ്കിൽ സ്നേഹമല്ല, അവരുടെ അടുത്തുള്ള ആ ഒരു സാമീപ്യമൊക്കെ ഒരു മടുപ്പ് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണാനുള്ളത്. ഇവിടെ ഈ ഒരു 3 ദിവസത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഒരു ട്രാപ്പിലേക്ക് വീഴുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് കേട്ടോ. അതായത്
ഒരിക്കലും അവർ സ്വന്തമായിട്ട് വിചാരിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഒരു കുഴിയിലേക്കാണ് അവർ വീഴാൻ പോകുന്നത്. അവരെ രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കുന്ന ആരെങ്കിലും വേണം. ആ ഒരു കുഴിയിലേക്ക് വീഴരുത് എന്ന് പോലും അവർക്ക് വാണിംഗ് കൊടുക്കാൻ ആരുമില്ല. അവരറിയാതെ പോയി വീഴുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല. അവർ അറിഞ്ഞുകൊണ്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു. പക്ഷെ വീഴാൻ പോകുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു ട്രാപ്പിലേക്കാണ്. ഈ ഒരു തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് ചെറിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. ചെറുതല്ല, ചെറുതിൽ നിന്ന് തുടങ്ങിയത് വലുതിലേക്കാണ് പോകുന്നത്. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടി കാരണം തന്നെ കേട്ടോ ട്രാപ്പിൽ അകപ്പെടുന്നു. തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ വ്യക്തിക്ക് അസുഖം ഉണ്ടാവുന്നു. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി, അതായത് തേർഡ് പാർട്ടിയുടെ കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ടാണ് പല ക്രൂരതകളും ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നത്. അതൊക്കെ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ അടുത്തതായിട്ട് യൂണിവേഴ്സ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എത്രത്തോളം പണം ഉണ്ടല്ലോ, അവർക്ക് അവരുടെ കയ്യിൽ ഇപ്പോൾ പണമില്ല, പണം കുറഞ്ഞു വരികയാണ്. ആ ഉള്ള പണത്തിനെ എത്രത്തോളം അവർ ഇറുക്കി പിടിക്കാൻ ശ്രമിച്ചാലും അത് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. ഈ ഒരു ഇത്രയും ദിവസത്തിനുള്ളിൽ അവരുടെ കയ്യിൽ നിന്ന് വലിയൊരു സാമ്പത്തിക നഷ്ടം വരുന്നുണ്ട്. അവർ ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് കടം മേടിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയെ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട്, ഒരു ബ്ലാക്ക് കളറിലെ ഒരു എനർജി പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത്. അവരെവിടെ പോയാലും പ്രശ്നങ്ങളാണ്. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് മാജിക്കായിട്ടുള്ള ഒരു എനർജിയെ നിങ്ങളുടെ വ്യക്തിയുടെ കൂടെ അയച്ചതായിട്ടാണ് ഇവിടെ ടോട്ടലി കാണാൻ സാധിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ടല്ലോ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഓരോ ആഴ്ച തോറും അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്കതൊക്കെ അറിയണം. അപ്പോൾ ഇത് ആരാണോ ചെയ്യുന്നത് അതായത് ഈ ഒരു ബ്ലാക്ക് മാജിക് ഒരു കർമ്മം ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ ചെയ്യുന്നത്, അവിടെ എപ്പോഴും വിസിറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ജൂലൈ 1 തീയതി നിങ്ങളൊന്ന് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജൂലൈ 1 തീയതി നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് തിങ്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ തേർഡ് പാർട്ടിയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ടതോ പേടിക്കേണ്ടതോ ഇല്ല. നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് യൂസ് ആക്കാൻ പറയുന്നത്. ഈ ബ്രേസ്ലെറ്റ് യൂസ് ആക്കുന്നതിലൂടെ തേർഡ് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. നിങ്ങളുടെ വ്യക്തിയുടെ മൈൻഡ് ചേഞ്ച് ആവും. നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഒന്നെങ്കിൽ ഉപേക്ഷിക്കും, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ ഉപേക്ഷിക്കും. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും ബ്രേസ്ലെറ്റ് വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തന്നെ മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ്സ് ആയി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.